ഇസ്ലാമിക് ഇക്കോണമി എന്ന് പറയുന്നത് അത് ഭൗതികമായിട്ടുള്ള കുറേ ബോണ്ടുകളുടെ ആർജിക്കൽ മാത്രമല്ല, മറിച്ച് അഭൗതികമായ കുറേ ബോണ്ടുകളുടെ ആർജനം കൂടിയതാണ് ഇസ്ലാമിക് എക്കോണമി എന്ന് പറയുന്നത്. ഒരാൾ ഖബറിൽ ചെന്നുകൊണ്ട് അവിടെ സിയാറത്തിന് പോയ സന്ദർഭത്തിൽ യാസീൻ ഓതി അതിൻ്റെ പ്രതിഫലം അങ്ങോട്ട് നൽകുമ്പോൾ അത് എന്താണ്? മാനവിയായ അഭൗതികമായ ബോണ്ട് കൈമാറ്റമാണ്. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബിമാ ഖറഅതുഹു ഇലാ ഹളറത്തി റൂഹി ഹാദൽ മദ്ഫൂൻ എന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആടിനെ ഉളുഹിയ്യത്ത് ആയി അറുത്തതിന് ശേഷം ഹാദാ അന്നി വഅമ്മൻ ലം യുളഹി മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഔസിൽ മിസ്ല സവാബി എന്ന് പറയുന്നത്. ഒരാട് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം മതിയാവുന്ന ഒരു ജീവിയാണ് ഉളുഹിയ്യത്തായുകൊണ്ട്. അത് ഏഴാൾക്ക് ഷെയർ എടുക്കാൻ പറ്റിയതല്ല. എന്നാൽ നബിതങ്ങളെ തൊട്ട് കാഫിയാകുന്ന ആ ആടിനെ അറുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹാദിഹി അന്നി വഅമ്മൻ ലം യുളഹി മിൻ ഉമ്മത്തി ഔ ബിമിസ്ലിമ ഖാല. നാഥ, ഇത് എന്നെ തൊട്ടും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെല്ലാം വ്യക്തിത്വങ്ങൾക്ക് ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന തൗഫീഖ് കിട്ടാതെ പോയോ അവർക്കെല്ലാവർക്കും വേണ്ടി കൂടിയാണ്, അവർക്കെല്ലാവർക്കും കൂടി വേണ്ടിയാണ്. അതെങ്ങനെ ഒരാൾക്ക് മാത്രം മതിയാവുന്ന ആട് ഈ മല്ലം യുളഹിമിൻ ഉമ്മത്തിക്ക് ഒന്നായിട്ട് കിട്ടൽ? അതിൻ്റെ അർത്ഥം ആടിൻ്റെ ഉളുഹിയ്യത്ത് എന്ന ഇസ്ലാമിൻ്റെ തേട്ടം അത് റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് മാത്രമേ വീടിയിട്ടുള്ളൂ. എന്നാലോ ഈ ഒരാടിനെ അറുത്തതിൻ്റെ പേരിൽ നബിതങ്ങൾക്ക് അള്ളാഹു കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പ്രതിഫലം, ആ പ്രതിഫലം എന്ന് പറയുന്നതിൽ നബിതങ്ങൾ ഷെയർ ചേർക്കുകയാണ്. ആരെ? ഉളുഹിയ്യത്തിന് തൗഫീഖ് കിട്ടാത്ത മുഴുവൻ ഹതഭാഗ്യരെ കൂടി ഈ ഒരു കൂലിയിൽ ഭാഗവാക്കാക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് സവാബിനെ എത്തിച്ചു കൊടുക്കുക, ഈസ്വാലു സവാബ് എന്ന് പറഞ്ഞത്. ഇതൊരു ബോണ്ട് കൈമാറ്റമാണ്, ഇതൊരു നിക്ഷേപമാണ്, ഇതൊരു ദാനമാണ്. ഇതുകൂടി ചേർന്നതാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ക്രയവിക്രയ മേഖല എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടുള്ളതാണ്. എന്നാൽ തിരിച്ചിങ്ങോട്ടും അങ്ങനെ അർഹരായ വശമുള്ള കൂടുതൽ ബോണ്ട് സമ്പാദിച്ചു വെച്ച് ഉള്ള ഖബറാളികളുണ്ട്. അവരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും ബോണ്ടിൻ്റെ വരവ് ഉണ്ടായിത്തീരുന്നതാണ്. അതെങ്ങനെയാണ്? നമ്മൾക്ക് കാണാൻ കഴിയും. വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ എന്ന ഒരു ആയത്ത്. വയസ്തബിശിറൂന, മരണപ്പെട്ടു പോയിട്ടുള്ള ശുഹദാ അവർ ആനന്ദ തുന്നിലരായിത്തീരുന്നു. ആരെ ചൊല്ലി? ബില്ലദീന ലം യൽഹഖൂ, മരിക്കാത്ത ആ മരിച്ചവരുടെ സമാന ലൈഫ് തുടർന്ന് വരുന്ന ആളെ ചൊല്ലി അവർ ആഹ്ലാദഭരിതരായിത്തീരുന്നു. യസ്തബിശിറൂൻ, ഈ ഇസ്തിബിഷാർ എന്ന് പറയുന്നതും ഫരിഹീന എന്നതിലെ ഫറഹ് എന്ന് പറയുന്നതും അത് സാധാരണഗതിയിൽ ഖൽബിൻ്റെ ഒരു പ്രക്രിയയാണ്. ഖൽബ് എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനമാണ് ഫറഹ്, സുറൂർ, ഇസ്തിബിഷാർ എന്ന് പറയുന്നത്. മരണപ്പെട്ടു പോയ ആളുകളെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൻ്റെ വികാരങ്ങളാകുന്ന ഫറഹ, സുറൂർ, ഇസ്തിബിഷാറുകൾ അരങ്ങേറുന്നുണ്ട്. എപ്പോഴാണ് ആ ഇസ്തിബിഷാർ? അത് അല്ലദീന ലം യൽഹഖൂ, ഭൂമി പുറത്തുള്ള അവരുടെ കൂട്ടുകാർ, സഹപാഠികൾ, അവരുടെ ഗുണകാംക്ഷികൾ
ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഖബറിൽ കിടക്കുന്നവരുടെ ഖൽബ് ആഹ്ലാദം കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മരണപ്പെട്ടു പോയ വലിയ വലിയ ബോണ്ടുകൾ കൈവശമിരിക്കുന്ന ആളുകൾക്ക് പുറം ലോകത്തുള്ളവരെ സംബന്ധിച്ച് ശ്രദ്ധയുണ്ട്. സിയാറത്തിന് ചെന്ന വ്യക്തി സിയാറത്ത് നടത്തിക്കൊണ്ട് അങ്ങോട്ട് ബോണ്ട് നൽകുമ്പോൾ താഴെ നിൽക്കുന്ന ആൾ അതിൽ ആഹ്ലാദഭരിതനായി കിട്ടിയതും നുണഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുക. മറിച്ച് അവൻ്റെ കയ്യിലുള്ളതെന്താണോ ആ കയ്യിലുള്ളത് തിരിച്ച് ഇങ്ങോട്ടും നൽകുക തന്നെ ചെയ്യും. ആ നൽകുന്നതും ഒരാത്മീയമായ അഭൗതികമായ ബോണ്ടുകളായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വല്ലദീ ജാഅ ബിൽ ഹഖ് വസ്വദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. വല്ലദീ ജാഅ ബിൽ ഹഖല്ല, വല്ലദീ ജാഅ ബിസ്വദ്ഖി. സ്വിദ്ഖുമായി വന്നിട്ടുള്ള മുഹമ്മദ് മുസ്തഫ തങ്ങളാകുന്നത് വസ്വദ്ദഖ ബിഹി, നബിതങ്ങളെ കൊണ്ടും നബിതങ്ങൾ കൊണ്ടുവന്ന സ്വിദ്ഖിനെ കൊണ്ടും വിശ്വസിച്ച് 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 അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയ സുദ്ദീഖ് വിധാനത്തിലുള്ള ആളുകളും ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് എണ്ണം പറഞ്ഞ ഭക്തർ. ലഹും, അവർക്കുണ്ട്, അവർക്ക് മിൽക്കുണ്ട്, അവർക്ക് ഓണർഷിപ്പുണ്ട്. ലാമ് മിൽക്കിനാണ്. മാ യശാഊന, തോന്നുന്ന എന്തിനും അവർക്ക് ഓണർഷിപ്പുണ്ട്. എവിടെയായും കൊണ്ട് മിൽക്കുണ്ട്. ഇൻദ റബ്ബിഹിം, ഇൻദ റബ്ബിഹിം എന്നതിൻ്റെ തഫ്സീർ ഇങ്ങനെയാണ്, മുൻദു വഖ്തി മമാതിഹിം, അവർ മരിച്ചിടം മുതൽക്ക്. മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഓണർഷിപ്പിനേക്കാളും ഹൈ ക്വാളിറ്റിയുള്ള ഒരു ഓണർഷിപ്പ് മായശാഊനയുടെ കാര്യത്തിൽ അവർക്കുണ്ട് മരിച്ചാൽ. അപ്പോൾ അവർ ആരാവുകയാണ്? അവരുടെ ഹയാത്തും മൗത്തും തുല്യമാണ് എന്ന് പറഞ്ഞാൽ പവറുണ്ട് എന്ന കാര്യത്തിലാണ് തുല്യത. പക്ഷേ പവറിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ തുല്യതയല്ല. ഹയാത്ത് കാലത്തുള്ള ക്വാളിറ്റിയേക്കാളും വലിയ ക്വാളിറ്റിയാണ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പവറിനുള്ളത്. അതുകൊണ്ടാണ് എന്തു ചെയ്തത്? ലഹുമ്മ യശാഊന എന്നതിന് ശേഷം ഇൻദ റബ്ബിഹിം എന്നുകൂടി ആഡ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് ഫാത്തിഹയും സൂറത്തും ഡൊണേഷനായി വെക്കുമ്പോൾ അത് ലഭ്യമായ ആൾ കേവലം അത് കിട്ടിയ ആഹ്ലാദത്തിൽ നിൽക്കുന്നതിന് പുറമെ എന്തായിരിക്കും അവരുടെ ഒരു പെരുമാറ്റ രീതി? സുലൂക്ക് ഏറ്റവും ടോപ്പ് സുലൂക്കായിരിക്കും. അതെന്താണ്? വഇദാ ഹുയ്യീതും ബിതഹിയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടലിന് ചെന്നപ്പോൾ സുഹൃത്ത് സമ്മാനിച്ചത് കസേരയായിരുന്നുവെങ്കിൽ ആ സഹോദരൻ്റെ കുടിയിരുപ്പുണ്ടാവുന്ന സന്ദർഭത്തിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുക ഒരു കസേരയല്ല, മറിച്ച് കസേരയും മേശയും രണ്ടും കൂടിയാണ്. ഇതാണ് വഇദാ ഹുയ്യീതും ബിതഹിയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. കുറച്ചുകൂടി ബെറ്ററായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? വല്ലദീ ജാഅ ബിസ്സുദ്ഖി. ആ തങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഹൈ ക്വാളിറ്റിയിലുള്ള സ്വഭാവ രീതികൾ അതിൻ്റെ പ്രബോധകനും പ്രചാരകനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ യാസീനോദി ഹദിയ ചെയ്താൽ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് ആ ഒരു നൽകിയതിന് മിസിലായിരിക്കില്ല, മറിച്ച് ബി അഹ്സന മിൻഹ ആയിരിക്കും. ഈ മക്കാരിമുൽ അഖ്ലാഖ് തന്നെ ആവുന്നിടത്തോളം പകർത്തി ജീവിച്ചവരാണ് എല്ലാ ശുഹദാ സ്വാലിഹകളും. അവരും മരണാനന്തര ജീവിതത്തിൽ ആരായിട്ട് തന്നെ തുടരും? അവരുടെ മക്കാരിമുൽ അഖ്ലാഖിൽ തന്നെ തുടരും. എന്താണ് മക്കാരിമുൽ അഖ്ലാഖ്? വഇദാ ഹുയ്യീതും ബിതഹിയ്യ
ഫഹയ്യൂ ബി അഹ്സന മിൻഹ ഔ മിസ്ലിഹ എന്ന് പിന്നെയാണ് വരുന്നത്. അപ്പോൾ അഹ്സന് നൽകുക എന്ന മകാരിമുൽ അഖ്ലാഖ് പിന്തുടരുന്ന ഒരാളെയാണ് നാം സിയാറത്ത് ചെയ്യുന്നത് എങ്കിൽ ബോണ്ട് അങ്ങോട്ട് കാഴ്ചവെക്കുമ്പോൾ അതിനേക്കാൾ ബെറ്ററായൊരു ബോണ്ട് തിരിച്ചിങ്ങോട്ടും ലഭ്യമാകുന്നതാണ്. അപ്പോഴാണ് എന്താകുന്നത്, സിയാറത്ത് അത് എക്സ്ട്രാ ഫായ്ദയുള്ളതായിത്തീരുന്നത്. കേവലം അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഏറെ നേരം ദിക്റുൽ മൗത്ത് എന്ന തദബ്ബുറിൽ കഴിഞ്ഞാൽ അത് സിയാറത്തിൻ്റെ പൂർണ്ണ ഫായ്ദ കൈവരിച്ചുകൊണ്ടുള്ള തിരിച്ചു പോരലാവില്ല. മറിച്ച് അതതിൻ്റേതായ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിനരികിലൂടെ പാസ് ചെയ്യുന്ന നേരത്ത് തങ്ങൾ അവിടെ വെച്ച് കാണിച്ച ഒരു പ്രവൃത്തിയുണ്ട്. അതെന്താണ്? ഒരു ഈത്തപ്പന ഉണങ്ങാത്ത മടൽ കീറിയിട്ട് 2 ഖബറാളികളുടെയും തലപ്പത്ത് നാട്ടിപ്പോയി. തങ്ങൾ ധൃതി വെച്ച് പോയില്ല, നാട്ടിപ്പോയി. എന്തിനാണ് നാട്ടിപ്പോയത്? തങ്ങളങ്ങ് പോയാൽ പോലും ഈ ഖബറിൽ കിടക്കുന്നവർക്ക് കിട്ടണം. എന്തു കിട്ടണം? തസ്ബീഹ് കിട്ടണം. അതിന് ഏറ്റവും അനുസൃതമായ ഒരു പണി എന്താണ്? പണിക്ക് ആളെ ഏൽപ്പിക്കലാണ്. യാമോദാൻ ആളുകളെ ഏൽപ്പിക്കുന്നത് പോലെ തങ്ങൾ തസ്ബീഹ് ചെല്ലാൻ വേണ്ടി ഉണങ്ങാത്ത 2 മടൽ കഷ്ണങ്ങളെ യാമദിക്റിന്, യാമോത്തിന്, യാമത്തസ്ബീഹിന് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ നിർത്തിക്കൊണ്ടാണ് തങ്ങൾ പോയിട്ടുള്ളത്. ഇതെന്തായിരുന്നു? തങ്ങളുടെ വകയായും കൊണ്ട് ഖബറാളിക്ക് നൽകുന്ന ബോണ്ട് ആയിരുന്നു. ഇതേപോലെ തന്നെ നാമും സിയാറത്തിൻ്റെ സന്ദർഭത്തിൽ ബോണ്ടുകൾ അങ്ങോട്ട് നൽകണം. അവർ മക്കാരിമുൽ അഖ്ലാഖിൻ്റെ ഓതേഴ്സ് ആണെങ്കിൽ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഹുമ്മ യശാഊന എന്ന് പറഞ്ഞ ഓണർഷിപ്പിലേക്ക് അവർ പൊങ്ങിയവരാണെങ്കിൽ നിർബന്ധമായും അവരുടെ ആ ഒരു മേത്തരം സ്വഭാവഗുണത്തിൻ്റെ പേരിൽ നമുക്കും ബോണ്ടുകൾ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ സിയാറത്ത് എന്തായി? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്നു പറയുന്ന സിയാറത്തുൽ ഖുബൂർ 2-3 നിലക്ക് നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നതിന് പകരം ഒരു വെടിക്ക് 3 പക്ഷിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ ഇൽഹാ അസ്തമിക്കും. നമ്മുടെ ഈ മാറിയ അജണ്ടകൾ ഒന്ന് മാറി നിൽക്കും. ലൈക്കുകൾ പെരുപ്പിച്ചുകൊണ്ട് പൊങ്ങച്ചം എന്ന് പറയുന്ന തോന്നിവാസമുണ്ടല്ലോ, അതൊന്ന് അമർച്ച ചെയ്യപ്പെട്ട് കിട്ടും. ഗുണം 1. രണ്ടാമത്തേത്, അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ ഖബറിലുള്ളവരിലേക്ക് ബോണ്ട് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. യാസീൻ ഓതിക്കൊണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ബുർദ ചൊല്ലിക്കൊണ്ടും അങ്ങോട്ട് ബോണ്ട് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഗുണമാണ് ഈ പറഞ്ഞത്. മൂന്നാമത്തെ സാമ്പത്തിക നേട്ടം എന്താണ്? അഭൗതികമായ സാമ്പത്തിക നേട്ടം ലഹുമ്മായ ഷാഊന എന്ന് പറഞ്ഞ മിൽക്കുള്ള കൂട്ടരാണ് താഴെ കിടക്കുന്നതെങ്കിൽ അങ്ങേരിൽ നിന്ന് അവിടുത്തെ മഹത്തായ സ്വഭാവത്തിൻ്റെ ആന്നോളനം എന്ന നിലയ്ക്ക്, അലയൊലി എന്ന നിലയ്ക്ക്, അതിൻ്റെ പ്രതിപ്രകാശം എന്ന നിലയ്ക്ക്, അതിൻ്റെ നെബിള്, അതിൻ്റെ തുടിപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് എന്തൊക്കെയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ബറക്കത്തുകളായി വാരിക്കോരി നമ്മെ അഭിഷേകം ചെയ്യുന്നത്. പട്ടാഭിഷേകം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നാം അവിടെ ബറക്കാത്തിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരായി മാറുക എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഗുണവും അവിടെ ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും വെള്ളിയാഴ്ച രാവുകളിലും പ്രത്യേകമായിക്കൊണ്ട് തന്നെ അവനവൻ്റെ മഹല്ലിലുള്ളതും അതുപോലെ പരിസരത്തുള്ളതുമായ ഖബറുകളിലേക്ക് സിയാറത്തിന് ഇറങ്ങിത്തിരിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് ഫാത്തിഹ ഓതിയാലും അവിടെ എത്തിച്ചേരും. പക്ഷേ ആ പാർസലിനേക്കാളും കുറേ കൂടി ഫലവത്തായി തീരുക സൈറ്റിൽ നേരെ ചെന്നുകൊണ്ടുള്ള ഈ പ്രക്രിയ എന്നതാകുന്നു. അവിടെ ചെല്ലുന്ന അവസരത്തിലാണ് ഖബറാളികളുടെ കിടപ്പും ആ കിടപ്പിലേക്ക് നമ്മുടെ തദബ്ബുറും അത് വഴിവെക്കുന്നത് ചെല്ലുമ്പോഴാണ്. അവിടെ ചെല്ലാതിരുന്നാൽ അത്രമാത്രം തദബ്ബുർ വരില്ലല്ലോ, ആലോചന വരില്ലല്ലോ. അപ്പോൾ ആലോചനയ്ക്ക് കൊഴുപ്പ് കൂടാനും അങ്ങോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. ഒരുപക്ഷേ ഖബറിലുള്ളവരെല്ലാം തന്നെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവരൊന്നുമല്ല,
റിലേറ്റീവുകളൊന്നുമല്ല, കൂട്ടുകാരൊന്നുമല്ല. അതൊക്കെ ശരിയാണെങ്കിലും ഏതോ നാട്ടിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഖബർസ്ഥാനിയിലേക്ക് പോകുന്നതിൽ പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ കുടുംബക്കാരില്ലാത്തത് കൊണ്ട് എന്നല്ല കരുതേണ്ടത്. മറിച്ച് കുടുംബക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പോക്ക് പോകണം. ഗൾഫ് രാജ്യത്ത് താമസിക്കുന്ന അവസരത്തിൽ ഓരോ ജുമാഅത്ത് പള്ളിയുടെയും അറൗണ്ടിൽ ഖബർസ്ഥാനി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അവിടെ പ്രത്യേകമായ സംവിധാനമാണ്. എല്ലാ മുസ്ലിങ്ങളെയും മറമാടുന്നതിന് വേണ്ടി സർക്കാർ വിവിധങ്ങളായ ഏതാനും പ്രദേശങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടങ്ങളിലേക്ക് പോകണം. ചിലപ്പോൾ നാം താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ നിന്ന് 5-6 കിലോമീറ്റർ വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ ആ ഖബർസ്ഥാനിയിൽ എത്തിച്ചേരുകയുള്ളൂ. ഇപ്പോൾ ദുബായിലും കുവൈത്തിലുമൊക്കെയുള്ള പല ആളുകളും അവിടെ ജോലിക്ക് ചെന്നിട്ട് കൊല്ലം 2 പിന്നിട്ടിട്ടും ഏതാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിനോട് ചേർന്നിട്ടുള്ള ഏറ്റവും അടുത്ത ഖബർസ്ഥാനി എന്നുള്ളത് ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഒരു മലയാളി മരിച്ചാലല്ലയോ മറ്റുള്ള മലയാളികൾ ആ ഖബർസ്ഥാനിയിൽ എത്തിച്ചേരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തിനു പോകുന്നു എന്ന വിചാരത്തിൽ മാറി നിൽക്കല. ഇപ്പോൾ നാം ഇസ്ലാമിക് ഇക്കോണമി ചർച്ച ചെയ്തപ്പോൾ എന്തേ കണ്ടത്? അൽഹാകുമുത്തകാഫുർ ഹത്താ സുർതുമുൽ മഖാബിർ. ആഴ്ചക്കൊരു ദിവസം ഹോളിഡേ ഉണ്ടാകുമ്പോൾ അത് വെള്ളിയാഴ്ചയാകാം, ശനിയാഴ്ചയാകാം, ഞായറാഴ്ചയാകാം. അന്നത്തെ പ്രോഗ്രാം എന്ത്? എല്ലാ ആഴ്ചയിലും നിശ്ചയിക്കപ്പെട്ടൊരു പ്രോഗ്രാം ആ ഹോളിഡേയിൽ എന്തുണ്ടായിരിക്കണം? അത് നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പോവുക, പർച്ചേസിന് പോവുക, അതല്ലെങ്കിൽ രംഗം കാണാൻ പോവുക, ബീച്ചിലേക്ക് പോവുക എന്നിങ്ങനെയുള്ള ആ കാര്യപരിപാടിക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ ഹലാലായ അത്തരം പരിപാടികളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടോ നമ്മുടെ പ്രവിശ്യയിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ശ്മശാന ഭൂമിയിലേക്ക് ആഴ്ചക്കൊരു പ്രാവശ്യം പോവുക എന്നത് നമ്മുടെ കാര്യപരിപാടിയിൽ നിർബന്ധമായും എഴുതി ചേർക്കണമെന്നാണ് ഈ ചെറിയ സൂറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഹത്താ സുർതുമുൽ മഖാബിർ. ആ സിയാറത്ത് കൊണ്ട് 1 2 3 നേട്ടം 1 by 1 ആയിട്ട് നമുക്ക് പറയാനുണ്ട് എന്നും ഇപ്പോൾ മനസ്സിലാവുകയുണ്ട്.